സോഷ്യോ പ്ലസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് സ്റ്റേറ്റ് സിലബസിലെ 9ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസ് ഫസ്റ്റിലെ 3ാമത്തെ യൂണിറ്റ് ആണ്. യൂണിറ്റിന്റെ പേര് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും. ഈ ഒരു വീഡിയോ 9ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയാണ് അടിസ്ഥാനപരമായി തയ്യാറാക്കുന്നത് എങ്കിലും പ്രായ വ്യത്യാസമില്ലാതെ ഏതൊരു ഇന്ത്യൻ പൗരനും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിലുള്ളത്. പ്രത്യേകിച്ച് ഒരുപാട് സംഘർഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഇന്നത്തെ സമൂഹത്തിൽ ഇന്ത്യൻ ഭരണഘടനയെ അറിയേണ്ടത് ഒരു അനിവാര്യതയായിട്ട് മാറിയിരിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടന എന്താണ്, അതെങ്ങനെ തയ്യാറാക്കപ്പെട്ടു, എന്തൊക്കെ കാര്യങ്ങളാണ് ഭരണഘടനയിൽ പറയുന്നത്, നമ്മുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ കർത്തവ്യങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. അത് വിദ്യാർത്ഥിയെന്നോ അധ്യാപകനെന്നോ മറ്റ് ജോലികൾ ചെയ്യുന്നവനെന്നോ ജോലി ഇല്ലാത്തവരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലക്ക് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന വസ്തുതകളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ വിദ്യാർത്ഥികളാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ആർക്കും കാണാവുന്നതാണ്. ഈ ഒരു പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ആ ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്നത്. അതായത് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതു പരീക്ഷകളിലൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. ഒരിക്കലും നമ്മൾ പഠിച്ചാൽ തീരാത്ത അത്രയും ഇന്ത്യൻ ഭരണഘടന വ്യാപിച്ചു കിടക്കുന്ന മേഖലകളുണ്ട്. ആ മേഖലകളിലേക്കെല്ലാം കടന്നു ചെല്ലാൻ നമുക്ക് സാധിക്കില്ല. എങ്കിലും ഈ ഒരു യൂണിറ്റ് കഴിയുമ്പോഴേക്കും കുറച്ചൊക്കെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട വസ്തുതകൾ നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോ ഈ ഒരു വീഡിയോയിൽ ഏകദേശം ഒരു 10-15ഓളം ചോദ്യങ്ങൾ ഞാൻ പരിചയപ്പെടുത്തും. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പക്ഷേ ഈ വീഡിയോയുടെ അവസാനത്തിലായിരിക്കും നൽകുക. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണണം, എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ മനസ്സിലാക്കണം. കൂടുതൽ ചോദ്യോത്തരങ്ങൾ അടുത്ത വീഡിയോയിലും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ ഏതായാലും നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത രാജ്യമേത്? ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത രാജ്യം. രണ്ടാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ഭരണഘടന ഏതു രാജ്യത്തിനാണ്? ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ഭരണഘടന ഏതു രാജ്യത്തിന്റേതാണ്? ലോകത്തിലെ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യമേത്? ലോകത്തിലെ ഏറ്റവും ചെറിയ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചതാര്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം, പ്രിയാമ്പിൾ, അതിനെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചതാര്? അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചതാര്? ആമുഖത്തെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി, ദേശീയ നേതാവ് ആര്? അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണം എന്ന് ആദ്യമായിട്ട് ആവശ്യപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ഏത്? ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണം എന്ന് ആദ്യമായി ആവശ്യപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ഏത്? അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയിലെ സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടതെന്ന്? ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടതെന്ന്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്നതെന്ന്? ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്നതെന്ന്. ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പി ആര്? എളുപ്പമുള്ളൊരു ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പി ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ ഒറിജിനൽ പതിപ്പ് എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഒറിജിനൽ പതിപ്പ് എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? ദേശീയ ഭരണഘടനാ ദിനം എന്നാണ്. ദേശീയ ഭരണഘടനാ ദിനം എന്നാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 356 വകുപ്പ് പ്രകാരം പിരിച്ചുവിടപ്പെട്ട ആദ്യത്തെ മുഖ്യമന്ത്രി ആര്? അവസാനത്തെ ചോദ്യം,
ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയതാര്? ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയതാര്? അപ്പോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഒരുപക്ഷെ ഒരുപക്ഷെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം അറിയുന്നവരുണ്ടാവാം, ചില ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം അറിയുന്നവരുണ്ടാവാം. എന്തു തന്നെയായാലും ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഈ വീഡിയോയുടെ അവസാനത്തിൽ നൽകുന്നതായിരിക്കും. ഇപ്പൊ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക, അവസാനത്തിലുള്ള ഉത്തരങ്ങളും കാണുക. ഓക്കെ, അപ്പൊ നമുക്ക് ഏതായാലും ചോദ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്ന ഈ ഒരു ചാപ്റ്ററിൽ ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന ഈ ഒരു അധ്യായത്തിൽ 3 കൺസെപ്റ്റുകളാണ് പ്രധാനമായും നമുക്ക് പഠിക്കാനുള്ളത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് അഥവാ മൗലിക അവകാശങ്ങൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അഥവാ മൗലിക കർത്തവ്യങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നും പറയാറുണ്ട്, മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. ഈ 3 കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ളത്. യൂണിറ്റിന്റെ ആദ്യ പേജിൽ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ അഥവാ പ്രിയാമ്പിളിന്റെ ഒരു പകർപ്പ് നൽകിയിട്ടുണ്ട്. മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന് പറയുന്നത് പോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ഉൾപേജുകളിൽ എന്തൊക്കെ കാര്യം അടങ്ങിയിട്ടുണ്ടോ അതിന്റെ എല്ലാം ഒരു പ്രതിഫലനം തന്നെയാണ് ഈ ആമുഖം അല്ലെങ്കിൽ പ്രിയാമ്പിൾ എന്ന് പറയുന്ന ഭാഗം. ഇൻ ദി പ്രിയാമ്പിൾ ഇറ്റ് ഈസ് ഡിക്ലെയർഡ് ദാറ്റ് ഇന്ത്യ ഈസ് എ സോവറീൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ആമുഖത്തിൽ ഇന്ത്യ ഒരു പരമാധികാര, സ്ഥിതി സമത്വ, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക് ആണ് എന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. Preamble of the Constitution also ensures certain socio-political and economic objectives. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ചില സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക ലക്ഷ്യങ്ങൾ ഉറപ്പുവരുത്തുമെന്നും പ്രസ്താവിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് നമ്മുടെ ഭരണഘടന ചില കാര്യങ്ങളൊക്കെ ഉറപ്പ് നൽകുന്നുണ്ട്. ആ കാര്യങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഏറ്റവും ആദ്യം സോഷ്യോ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി നമുക്ക് ഉറപ്പ് നൽകുന്നു. ഫ്രീഡം ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, വർഷിപ്പ്. ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യം. ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. അവസരത്തിലും പദവിയിലും സമത്വം നമുക്ക് ഉറപ്പു നൽകുന്നു. അഷ്വറിംഗ് ദി ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ. വ്യക്തിയുടെ അന്തസ് ഉറപ്പുവരുത്തുന്നു. അഷ്വറിംഗ് യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദി നേഷൻ. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്നു. Provisions for achieving objectives mentioned in the preamble are included in our constitution. Important among them are given below. ഭരണഘടനയുടെ ആമുഖത്തിൽ വിഭാവനം ചെയ്ത ഇത്തരം ലക്ഷ്യങ്ങളൊക്കെ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യവസ്ഥകൾ നമ്മുടെ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടവ താഴെ പറയുന്നു. ഫണ്ടമെന്റൽ റൈറ്റ്സ് അഥവാ മൗലികാവകാശങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അഥവാ മാർഗനിർദ്ദേശക തത്വങ്ങൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അഥവാ മൗലിക കർത്തവ്യങ്ങൾ. ഇവയിലൂടെയാണ് നേരത്തെ പറഞ്ഞ ലക്ഷ്യങ്ങളെല്ലാം നമ്മുടെ ഭരണഘടന ഉറപ്പുവരുത്തുന്നത്. ഇനി നമുക്ക് ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കപ്പെട്ടതിന് പിറകിലുള്ള ചരിത്രം വളരെ കുറഞ്ഞ ഒരു ഭാഗം മാത്രം ഒന്ന് പരിശോധിക്കാം. ദി ഹിസ്റ്ററി ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ദി ഇന്ത്യൻസ് ഹാഡ് ബീൻ ഡിനൈഡ് മെനി റൈറ്റ്സ് ഡ്യൂറിംഗ് ദി ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യക്കാർക്ക് പല അവകാശങ്ങളും നിഷേധിച്ചതായിട്ട് നമുക്കറിയാം. The Indian freedom movement repeatedly raised the demand for ensuring rights of the citizen. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം പൗരന്മാർക്ക് അവകാശങ്ങൾ അനുവദിക്കണമെന്ന ആവശ്യം നിരന്തരം ഉന്നയിച്ചിരുന്നു. The most important among them was the Nehru Committee report of 1928. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു 1928 നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് എന്ന് കേൾക്കുമ്പോൾ ജവഹർലാൽ നെഹ്റുവിനെയായിരിക്കും നമ്മൾ ഓർക്കുന്നത്. പക്ഷേ ഈ ഒരു കമ്മിറ്റിയുടെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റുവിൻ്റെ പിതാവായ മോത്തിലാൽ നെഹ്റുവായിരുന്നു. അദ്ദേഹവും ജവഹർലാൽ നെഹ്റുവിനെ പോലെ തന്നെ ഒരു വലിയ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. ധാരാളം സമ്പത്തുള്ള അതിസമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ കൂടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ആഗ്രഹിച്ച ഒരു ദേശീയ നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. എനിവേ, ദിസ് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റഡ് എ ലിസ്റ്റ് ഓഫ് റൈറ്റ്സ് വിച്ച് ആർ ടു ബി എൻഷുർഡ് ടു ദി പീപ്പിൾ ഓഫ് ഇന്ത്യ. ഈ റിപ്പോർട്ട്
ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പു നൽകേണ്ട അവകാശങ്ങളുടെ പട്ടിക സമർപ്പിക്കുകയുണ്ടായി. The framers of the Constitution prepared the fundamental rights based on the rights aimed by the struggle for independence and recommended by Nehru Committee report. സ്വാതന്ത്ര്യ സമരം ലക്ഷ്യം വെച്ചതും നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് നിർദ്ദേശിച്ചതുമായ അവകാശങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാതാക്കൾ മൗലിക അവകാശങ്ങൾ തയ്യാറാക്കിയത്. The Bill of Rights in the American Constitution also influenced the formulation of our fundamental rights. അമേരിക്കൻ ഭരണഘടനയിലെ അവകാശ പട്ടികയും നമ്മുടെ മൗലികാവകാശങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ പാർട്ട് 3 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 3 അല്ലെങ്കിൽ ഭാഗം 3 മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കപ്പെട്ട സമയത്ത് ആകെ 22 ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് നിലവിൽ 25 പാർട്ടുകളാണ് ഭരണഘടനയ്ക്കുള്ളത്. ഭരണഘടനയിൽ ഒരുപാട് റൈറ്റ്സ്, ഒരുപാട് അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. പക്ഷേ അവയിൽ ചിലത് മാത്രമാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ചിലത് മാത്രം അത്തരത്തിൽ മൗലികാവകാശങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നത്? വൈ ആർ സർട്ടൻ റൈറ്റ്സ് നോൺ ആസ് ഫണ്ടമെന്റൽ റൈറ്റ്സ്? അതിനുള്ള ഉത്തരം നമുക്ക് നോക്കാം. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ദോസ് റൈറ്റ്സ് വിച്ച് cannot be denied to a person at any cost. വ്യക്തികൾക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. They are inevitable for the holistic development of an individual. അവ വ്യക്തിയുടെ സമ്പൂർണ്ണ വികാസത്തിന് ഒഴിച്ചുകൂടാനാവാത്തവയാണ്. They are very essential for leading a dignified life. അന്തസ്സുള്ള ഒരു ജീവിതം നയിക്കുന്നതിന് അവ അത്യന്താപേക്ഷിതമാണ്. Fundamental rights and their protection are very important in a democratic society. അതുകൊണ്ട് തന്നെ മൗലികാവകാശങ്ങൾക്കും അവയുടെ സംരക്ഷണത്തിനും ഒരു ജനാധിപത്യ സമൂഹത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. 6 മൗലിക അവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നത്. There are 6 fundamental rights in Indian Constitution. They are right to equality, സമത്വത്തിനുള്ള അവകാശം; right to freedom, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം; right against exploitation, ചൂഷണത്തിനെതിരായുള്ള അവകാശം; right to freedom of religion, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം; കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം; റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം. ഈ 6 മൗലികാവകാശങ്ങളും ഒരു കാരണവശാലും ഒരു വ്യക്തിക്കും നിഷേധിക്കാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സിന്, ഈ മൗലിക അവകാശങ്ങളെ ഓരോന്നായി നമുക്ക് പരിശോധിക്കാം. ഏറ്റവും ആദ്യം റൈറ്റ് ടു ഇക്വാളിറ്റി, സമത്വത്തിനുള്ള അവകാശം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയുള്ള ഭാഗത്താണ് റൈറ്റ് ടു ഇക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. Our society is one which is having various inequalities and discriminations of different types. പല തരത്തിലുള്ള അസമത്വങ്ങളും വിവേചനങ്ങളും നിലനിൽക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ കാസ്റ്റ്, ജാതി അടിസ്ഥാനത്തിലുള്ള വിവേചനം; ജെൻഡർ ഇനീക്വാളിറ്റി, സ്ത്രീ പുരുഷ അസമത്വം; ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ പ്ലേസ് ഓഫ് ബർത്ത്, ജനനസ്ഥലത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനം. ഇത്തരത്തിൽ ഒരുപാട് വിവേചനങ്ങളും അസമത്വങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം. റൈറ്റ് ടു ഇക്വാളിറ്റി സ്റ്റാൻഡ്സ് ഫോർ അബോളിഷിംഗ് ദീസ് ടൈപ്സ് ഓഫ് സോഷ്യൽ ഇനീക്വാളിറ്റീസ് ആൻഡ് ടു എൻഷുർ ഇക്വാളിറ്റി. ഇങ്ങനെയുള്ള സാമൂഹിക അസമത്വങ്ങൾ അവസാനിപ്പിക്കാനും സമത്വം ഉറപ്പുവരുത്താനും വേണ്ടിയാണ് സമത്വത്തിനുള്ള അവകാശം നിലകൊള്ളുന്നത്. സമത്വത്തിനുള്ള അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. The ideas included in the right to equality are given below. Ensure equality before law. നിയമത്തിന് മുന്നിൽ സമത്വം ഉറപ്പാക്കൽ. അതായത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നർത്ഥം. Whatever be the official position and powers, one should not be above the law. ഒരു വ്യക്തിയുടെ ഔദ്യോഗിക പദവിയോ അധികാരങ്ങളോ എന്തു തന്നെയായാലും അയാൾ നിയമവ്യവസ്ഥയ്ക്ക് അതീതനല്ല എന്നർത്ഥം. അടുത്തത് prohibition of discrimination on the basis of caste, religion, race, sex, place of birth, etc.
ജാതി, മതം, വർഗം, ലിംഗം, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കൽ. എൻഷുർ ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ്സ്. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ. അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ. അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ. സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ബ്രിട്ടീഷുകാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ഇന്ത്യക്കാരായ ഉദ്യോഗസ്ഥർക്ക് ബ്രിട്ടീഷുകാർ ചില സ്ഥാനപ്പേരുകളും പദവികളും ഒക്കെ നൽകിയിരുന്നു. അപ്പോൾ ഈ ഒരു പദവികളും ഇങ്ങനെയുള്ള സ്ഥാനപ്പേരുകളുമെല്ലാം ഇന്ത്യൻ സമൂഹത്തിൽ അസമത്വത്തിന് കാരണമാകുന്നു എന്നൊരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇന്ത്യൻ ഭരണഘടന ഈ സ്ഥാനപ്പേരുകളെല്ലാം നിർത്തലാക്കാൻ തീരുമാനിച്ചു. അതാണ് ഈ സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ അല്ലെങ്കിൽ അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഭാഗത്ത് എല്ലാ തരത്തിലുമുള്ള വിവേചനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഭരണഘടന നിർദ്ദേശിക്കുമ്പോൾ മറുഭാഗത്ത് നമ്മൾ കാണുന്നു സ്ത്രീകൾ, കുട്ടികൾ, പിന്നോക്ക വിഭാഗങ്ങൾ ഇവർക്ക് പ്രത്യേക പരിഗണന നൽകുന്നുണ്ട്. അപ്പൊ ഇതൊരു വിവേചനമല്ലേ എന്ന് ചിന്തിക്കുന്നവർക്ക് അതൊരു വിവേചനമല്ല, അത് സംരക്ഷിച്ചുകൊണ്ടുള്ള വിവേചനമാണ്. പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ ആണ്. അതായത് ഗിവിംഗ് പ്രിഫറൻസ് ടു വിമൻ, ചിൽഡ്രൻ ആൻഡ് ബാക്ക്വേർഡ് ക്ലാസസ് ഈസ് നോട്ട് അഗൻസ്റ്റ് ദി റൈറ്റ് ടു ഇക്വാളിറ്റി. സ്ത്രീകൾക്കും കുട്ടികൾക്കും പിന്നോക്കക്കാർക്കുമൊക്കെ പ്രത്യേക പരിഗണന നൽകുന്നത് ഒരിക്കലും സമത്വത്തിനുള്ള അവകാശത്തിനെതിരല്ല. On the other hand, by giving preference, inequality can be avoided and equality can be established. അത് അസമത്വമല്ല എന്ന് മാത്രമല്ല, ഇങ്ങനെ അവരെ പ്രത്യേകമായി പരിഗണിക്കുന്നതിലൂടെ അസമത്വം ഒഴിവാക്കാനും സമത്വം സ്ഥാപിക്കാനും നമുക്ക് കഴിയുകയും ചെയ്യും. ഈ യൂണിറ്റിന്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ വരുന്ന എപ്പിസോഡിൽ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ തുടങ്ങിയ സമയത്ത് 10-15ഓളം ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു 15 ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടി ഒന്ന് നോക്കിയ ശേഷം നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഏതായാലും പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.